നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കെഡ്യൂളേഴ്സ്. അപ്പോൾ സ്കെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഡ്യൂളിംഗ് ക്യൂസ് അല്ലേ. അപ്പോൾ ഈ ഷെഡ്യൂളിംഗ് ക്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്യൂസ് അവിടെ ഉണ്ട്. അതായത് ജോബ് ക്യൂ ഉണ്ട്, റെഡി ക്യൂ ഉണ്ട്, അതുപോലെ തന്നെ IO ക്യൂ ഉണ്ട്, അതായത് ഡിവൈസ് ക്യൂ ഉണ്ട്. അപ്പോൾ ഈ 3 ക്യൂസിൽ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ പറഞ്ഞ സമയത്ത് ലോങ് ടേം സ്കെഡ്യൂളർ അതുപോലെ തന്നെ ഷോർട്ട് ടേം സ്കെഡ്യൂളറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്രോസസ് മൈഗ്രേറ്റ്സ് എമംഗ് ദി വേരിയസ് scheduling queues throughout its lifetime. The operating system must select for scheduling purposes the processes from these queues in some fashion. The selection process is carried out by the appropriate scheduler. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒരു ജോബ് ക്യൂവിൽ നിന്നും നമുക്കൊരു പ്രോസസ്സ് ഇവിടത്തേക്ക് വരാം, റെഡി ക്യൂവിലേക്ക് വരാം. അപ്പോൾ റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ ഉള്ളത് റെഡി ക്യൂ ആണ്, അല്ലെങ്കിൽ ഒരു റെഡി സ്റ്റേറ്റ് ആണെങ്കിൽ ആ റെഡി സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകണം അല്ലേ. റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകണം. അതായത് നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതല്ല നമുക്ക് IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ടൈം സ്ലൈസ് നമ്മുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും വീണ്ടും റെഡി സ്റ്റേറ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കിപ്പോൾ IO ഡിവൈസിന് IO റിക്വസ്റ്റ് ആണെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഡിവൈസ് ക്യൂയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ വീണ്ടും നമുക്ക് റെഡി ക്യൂയിലേക്ക് വരുന്നു. വീണ്ടും അവിടുന്ന് എപ്പോഴാണോ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവിടുന്ന് CPU അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിലാണൊരു സൈക്കിൾ പോകുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈമിൽ ഇത് ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് ക്യൂസിലൂടെ ഇത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു പ്രോസസ്സ്, ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് ക്യൂസിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടിടുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു രീതിയിൽ ഏത് പ്രോസസ്സാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ പ്രോസസ്സിനെയും സെലക്ട് ചെയ്യുന്നത് ആരാണ്? സ്കെഡ്യൂളറാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് ഇത് ഈ ഓരോ പ്രോസസ്സിനെയും സെലക്ട് ചെയ്യുക. അത് ജോബ് പൂളിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് റെഡി ക്യൂയിലേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ റെഡി ക്യൂയിൽ നിന്നും CPUയിലേക്ക് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് ക്യൂസിലേക്ക് കൊടുക്കാൻ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ മെയിൻ ഡ്യൂട്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഒരു സ്കെഡ്യൂളർ വഴിയാണ്. ഓക്കെ, സ്കെഡ്യൂളറാണ് ഈ ഒരു രീതിയിൽ പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ 2 ടൈപ്പ് സ്കെഡ്യൂളറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോങ് ടേം സ്കെഡ്യൂളർ ആൻഡ് ഷോർട്ട് ടേം സ്കെഡ്യൂളർ. ഇൻ എ ബാച്ച് സിസ്റ്റം മോർ processes are submitted than can be executed immediately. These processes are spooled to a mass storage device, typically a disk, where they are kept for later execution. The long-term scheduler or job scheduler selects processes from this pool and loads them into memory for execution. And the short-term scheduler or CPU scheduler selects from among the processes that are ready to execute and allocates a CPU to one of them. The primary distinction between these two schedulers lies in frequency of execution. The short-term scheduler must select a new process for the CPU frequently. A process may execute for only a few milliseconds before waiting for an IO request. The long-term scheduler executes much less frequently. The long-term scheduler controls the degree of multi-programming, that is the number of processes in memory. ഇപ്പോൾ 2 ടൈപ്പ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് ലോങ് ടേം സ്കെഡ്യൂളറാണ്, മറ്റൊന്ന് ഷോർട്ട് ടേം സ്കെഡ്യൂളറാണ്. അപ്പോൾ ഇവിടെ
ഒരു ബാച്ച് സിസ്റ്റത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബാച്ച് സിസ്റ്റത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഓരോന്നും നമ്മൾ ബാച്ച് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ സെയിം ഗ്രൂപ്പിലേക്ക്, സെയിം ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് എങ്കിൽ അതിനെ നമ്മൾ ബാച്ച് ആക്കിയിട്ട് തിരിച്ചുകൊണ്ട് ഓരോന്നും അതിൻ്റെ പെർട്ടിക്കുലർ സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബാച്ച് സിസ്റ്റത്തിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഒരുപാട് പ്രോസസ്സ് അറ്റ് എ ടൈം സബ്മിറ്റ് ചെയ്യും. പക്ഷെ അതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അതൊരു മാസ് സ്റ്റോറേജ് ഡിവൈസിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, അതൊരു ക്യൂ പോലെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ലോങ് ടേം സ്കെഡ്യൂളറാണത്. ഓക്കെ, ഒരു ലോങ് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ ജോബ് സ്കെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂളിൽ നിന്നും എന്ത് ചെയ്യുന്നു, കുറച്ച് പ്രോസസ്സസിനെ നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യുന്നു. അതാണ് ആര് ചെയ്യുന്നത്, ഒരു ലോങ് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ ഒരു ജോബ് സ്കെഡ്യൂളർ ചെയ്യുന്നത്. നമുക്കറിയാം, ഓരോ ജോബ്സിനും നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ബാച്ചസ് ആക്കിയിട്ട്. അപ്പോൾ ഓരോ ജോബിനും നമുക്ക് കൊടുക്കുകയാണെന്നുള്ള, അപ്പോൾ ലോങ് ടേം സ്കെഡ്യൂളറാണ്. അപ്പോൾ ലോങ് ടേം സ്കെഡ്യൂളറിൽ അത് എങ്ങനെയാണ് വരുന്നത്, ഒരുപാട് പ്രോസസ്സിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പൂളാക്കി വെച്ചിട്ടുണ്ട്. ആ പൂളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു, എക്സിക്യൂഷന് വേണ്ടി മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇനി ഷോർട്ട് ടേം സ്കെഡ്യൂളർ ആണെങ്കിലോ, ഈ ഷോർട്ട് ടേം സ്കെഡ്യൂളർ റെഡി ക്യൂവിൽ നിന്നും CPU-യിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ടു എക്സിക്യൂട്ട് ആൻഡ് അലോക്കേറ്റ്സ് CPU ടു വൺ ഓഫ് ദം. അപ്പോൾ റെഡി ക്യൂവിൽ ഒരുപാട് പ്രോസസ്സ് ഇതുപോലെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതിനെ CPU സ്കെഡ്യൂളർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഒരു ഷോർട്ട് ടേം സ്കെഡ്യൂളർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ കൂടുതലും കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കത് പ്രോസസ്സിന് സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ചില സമയങ്ങളിൽ നമുക്ക് IO റിക്വസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ആ ടൈമിൽ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന വളരെ കുറച്ച് സമയം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അത് കൂടുതൽ സമയം ഇതിലേക്കായിരിക്കും പോകുന്നത്, IO-യിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സമയത്ത് ഫ്യൂ സെക്കൻഡ്സിൽ തന്നെ അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സിൽ തന്നെ ഒരുപാട് പ്രോസസ്സ് ഈ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം സ്കെഡ്യൂളറാണ്. ദെൻ ലോങ് ടേം സ്കെഡ്യൂളർ എക്സിക്യൂട്ട്സ് മച്ച് ലെസ് ഫ്രീക്വൻ്റ്ലി. ദ ലോങ് ടേം സ്കെഡ്യൂളർ കൺട്രോൾസ് ദി ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കാരണം ഒരു പൂൾ ഓഫ് മെമ്മറിയിൽ നിന്നാണ് നമ്മളിത് ലോഡ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയിലേക്ക്. അപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് എത്രത്തോളം, അതിൻ്റെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ലോങ് ടേം സ്കെഡ്യൂളറാണ്. ഓക്കെ, കാരണം ആ ഒരു മെയിൻ മെമ്മറിയിൽ എത്ര പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, ലോങ് ടേം സ്കെഡ്യൂളറാണ്. അപ്പോൾ അത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു സൈക്കിൾസിലൂടെ കുറേ നേരം പോകാണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാം അല്ലേ. കാരണം റെഡി ക്യൂവിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരുന്നു. അതിന് എന്തെങ്കിലും രീതിയിൽ IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും IO ഡിവൈസ് ക്യൂവിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് സമയം നമ്മൾ ആ ഒരു സൈക്കിളിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് എന്തായിട്ട് പറയാം, അത് ലോങ് ടേം സ്കെഡ്യൂളറാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല, വളരെ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോങ് ടേം സ്കെഡ്യൂളർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഒന്ന് ഷോർട്ട് ടേം സ്കെഡ്യൂളറും CPU സ്കെഡ്യൂളറാണ്. അതുപോലെ ലോങ് ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത് ജോബ് സ്കെഡ്യൂളറാണ്. ലോങ് ടേം സ്കെഡ്യൂളർ നമുക്ക് ജോബ് പൂളിൽ നിന്നും മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് എങ്കിൽ ഷോർട്ട് ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത് നമ്മുടെ റെഡി ക്യൂവിൽ നിന്നും CPU അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഷോർട്ട് ടേം സ്കെഡ്യൂളർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ന്യൂ പ്രോസസ്സിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം. കാരണം 5 മിനിറ്റ് കഴിയുന്നു, നെക്സ്റ്റ് കോൾ ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിലോ ഓരോന്നിനും കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഷോർട്ട് ടേം സ്കെഡ്യൂളറായിട്ട് പറയാം. ഓക്കെ, ദെൻ ഈ ലോങ് ടേം സ്കെഡ്യൂളറിന് നമുക്ക് എന്തായിട്ട് പറയാം, ഇറ്റ് കൺട്രോൾസ് ദി ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. Then next one is medium term scheduler. Some operating systems such as time sharing systems may introduce an additional intermediate level of scheduling, and this is called medium term scheduler. The key idea behind a medium term scheduler is that sometimes it can be advantageous to remove processes from memory and from active contention for the CPU, and thus reduce the degree of multiprogramming. Later, the process can be reintroduced into memory and its execution can be continued where it left off, and this scheme is called swapping. The process is swapped out and is later swapped in by the medium-term scheduler. The swapping may be necessary to improve the process mix or because a change in memory requirements has overcommitted available memory requiring memory to be freed up. അതായത് ഈ ഒരു മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ടൈം ഷെയറിങ് സിസ്റ്റത്തിൻ്റെ കേസിലാണ് ഈ ഒരു ഐഡിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം ടൈം ഷെയറിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഓരോന്നും ഒരു കുറച്ച് ടൈം സ്ലൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ടൈം സ്ലൈസ്, അതായത് ഓരോ പ്രോസസ്സിനും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം വരെ എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം അത് സസ്പെൻഡ് ചെയ്യുന്നു. ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ പ്രോസസ്സിനും ഒരു ടൈം സ്ലൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടൈം ക്വാണ്ടം. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കേസസിൽ പറയുന്നത് അത്തരം കേസസിൽ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് എന്ത് മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഓഫ് സ്കെഡ്യൂളർ. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ടൈം സ്ലൈസ് കഴിഞ്ഞു, അതായത് 5 മിനിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ. അതിന് ഒരു 20 മിനിറ്റ് ടൈം എക്സിക്യൂഷന് വേണം എന്നിരിക്കാം. ഓക്കെ, 20 മിനിറ്റ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. പക്ഷേ ഓരോ പ്രോസസ്സിനും 5 മിനിറ്റാണ് നമ്മൾ ടൈം സ്ലൈസ് കൊടുത്തിരിക്കുന്നത്, ഒരു ടൈം ക്വാണ്ടം കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം സ്ലൈസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ സ്വാപ്പ് ഔട്ട് ചെയ്യും. അതിനെ CPU നിന്നും നമ്മൾ മാറ്റി വേറൊരു പ്രോസസ്സിന് അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു മീഡിയം ടേം സ്കെഡ്യൂളറാണ് ഇത് ചെയ്യുന്നത്. അതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നില്ല, മെയിൻ മെമ്മറിയിലേക്ക് മാറ്റുന്നില്ല. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് മാറ്റുന്നു, റെഡി ക്യൂയിലേക്ക് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ സ്വാപ്പിങ് വന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്വാപ്പ് ഔട്ടും സ്വാപ്പിനും ചെയ്യുന്നത്. ഓക്കെ, സ്വാപ്പ് ഔട്ടും സ്വാപ്പിനും ചെയ്യുന്നതാണ് ഇത് മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത്. ഇതുവഴി നമുക്കൊരു മെമ്മറിയെ കുറച്ചുകൂടി ഫ്രീ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ മെയിൻ മെമ്മറിയിൽ എത്ര പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മളെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. കാരണം ഒരു ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറയുമ്പോൾ ജോബ് പൂളിൽ നിന്നും റെഡി ക്യൂയിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ റണ്ണിങ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വീണ്ടും റെഡി ക്യൂയിലേക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഗ്രി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ടേം സ്കെഡ്യൂളർ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി IO bond and CPU bond. In general, most processes can be described as either IO bound or CPU bond. An IO bound process is one that spends more of its time doing IO than it spends doing computations. And the CPU bound process, in contrast,
generates IO requests infrequently, using more of its time doing computations. And the long-term scheduler select a good process mix of IO bound and CPU bound processes. And if all processes are IO bound, the ready queue will almost always be empty, and the short-term scheduler will have little to do. And if all processes are CPU bound, the IO waiting queue will almost be empty. Devices will go unused, and again the system will be unbalanced. And the system with the best performance will thus have a combination of CPU bound and IO bound processes. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് IO ബൗണ്ടാണ്, മറ്റൊന്ന് CPU ബൗണ്ടാണ്. അപ്പോൾ ആ വേർഡ് മീറ്റിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താണ് IO ബൗണ്ട്, എന്താണ് CPU ബൗണ്ട് എന്ന് പറയുന്നത്. ഒരു IO ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? IO ഡിവൈസസിലായിരിക്കും. ഓക്കെ, നേരെ മറിച്ചൊരു CPU ബൗണ്ട് എന്ന് പറയുമ്പോഴോ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടേഷനിലായിരിക്കും. ഓക്കെ, CPU എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് CPU ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ IO ബൗണ്ടിൽ കൂടുതൽ IO റിക്വസ്റ്റും കാര്യങ്ങൾക്കുമാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത്തരം കേസസിൽ, അത്തരം പ്രോസസ്സിലെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നേരെ മറിച്ച് CPU ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ IO റിക്വസ്റ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ നോർമൽ കേസിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷനിലായിരിക്കും. ഓക്കെ, ദെൻ ഈ ലോങ് ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത് നമ്മൾ ജോബ് പൂളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ജോബ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് സെലക്ട് ചെയ്ത് റെഡി ക്യൂയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ലോങ് ടേം സ്കെഡ്യൂളർ ഈ പ്രോസസ്സിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് IO ബൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടാവും? CPU ബൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ IO ബൗണ്ടും CPU ബൗണ്ടും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ സമയവും നമുക്ക് ഈ റെഡി ക്യൂയിലേക്ക് വരുന്ന സമയത്ത് ഈ രണ്ടിൻ്റെയും മിക്സ് ഉണ്ടാവും. അപ്പോൾ രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകും. നേരെ മറിച്ച് IO ബൗണ്ടാണ് മാത്രമേ ഉള്ളൂ എങ്കിലോ IO ഡിവൈസിന് മാത്രമേ റിക്വസ്റ്റ് പോകുള്ളൂ, CPU അവിടെ ഐഡിയലായിരിക്കും. അതല്ല, CPU കമ്പ്യൂട്ടേഷനിൽ മാത്രമാണ് ഒരു പ്രോസസ്സർ ഉള്ളത് എങ്കിൽ IO ഡിവൈസസ് എല്ലാം ഐഡിയലായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസിനെല്ലാം നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഇരുത്തിയെങ്കിൽ നമുക്ക് എന്താ, ഓരോ ഡോക്ടർ ഒരു ജനറൽ ഫിസിഷ്യൻ ചെക്ക് ചെയ്യുന്നു. ഒരാൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം, ഒരാൾക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ മിക്സ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ എല്ലാ ഒരു എക്സ്റേ എടുക്കേണ്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഐ ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഇവിടെ എല്ലായിടത്തും ഓരോ പേഷ്യൻ്റ് ഉണ്ടായിരിക്കും, എല്ലാം ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന പേഷ്യൻസ് എല്ലാം ജനറൽ ഫിസിഷ്യൻ ഒരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ ഐ ടെസ്റ്റോ അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ ഒന്നുമില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എല്ലാം പനി വന്നിട്ടുള്ള പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് പനി മാത്രം ചെക്ക് ചെയ്തിട്ട് മെഡിസിൻ അയച്ച് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഫിസിഷ്യന് മാത്രമേ അവിടെ ജോബുള്ളൂ കാര്യമായിട്ട്. ബാക്കി എല്ലാവരും എന്താണ്? ബാക്കി എല്ലാവരും അവിടെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ മിക്സ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനും എല്ലാം കൂടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ സെക്ഷനിലും ആൾക്കാർ ഒരേ സമയത്ത് ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ CPU ബൗണ്ട് പ്രോസസ്സും IO ബൗണ്ട് പ്രോസസ്സിന് ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതല്ല എങ്കിലോ നമ്മൾ ഒരു സിസ്റ്റം മാത്രമാണെങ്കിൽ മറ്റ് ഡിവൈസസ് എല്ലാം അൺയൂസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. ആ ഒരു സിസ്റ്റം അൺബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇവിടുന്ന് ഒരു ലോങ് ടേം ഷെഡ്യൂളർ, ഇവിടെ ജോബ് പൂളുണ്ട്. ആ ജോബ് പൂളിൽ നിന്ന് നമ്മൾ പ്രോസസ്സെല്ലാം നമ്മൾ റെഡി ക്യൂയിലേക്ക് വന്നു. ഓക്കെ, റെഡി ക്യൂയിൽ നിന്നും നമ്മൾ ഷോർട്ട് ടേം സ്കെഡ്യൂളർ എന്ത് ചെയ്യുന്നു? ഡിസ്പാച്ച് ചെയ്യുന്നു, CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഏതെങ്കിലും രീതിയിൽ IO റിക്വസ്റ്റ് ആണെങ്കിലോ IO വെയിറ്റിംഗ് ക്യൂസിലേക്ക് വരും. ദെൻ ആ ഒരു IO നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റെഡി ക്യൂയിലേക്ക് വരും. നേരെ മറിച്ച് അതിൻ്റെ ടൈം സ്ലൈസ്, നമ്മളിപ്പോൾ ഒരു ടൈം ഷെയറിങ് സിസ്റ്റം ആണെങ്കിൽ ഓരോ പ്രോസസ്സിനും ഒരു ടൈം ക്വാണ്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ടൈം സ്ലൈസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും?
സ്വാപ്പ് ഔട്ട് ആവും. സ്വാപ്പ് ഔട്ട് ആകുമ്പോൾ പാർഷ്യലി എക്സിക്യൂട്ടഡ് സ്വാപ്ഡ് ഔട്ട് പ്രോസസ്സസ്. അപ്പോൾ ഇവിടെയായിരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർഡ് ആയിരിക്കും അല്ലേ. നമ്മുടെ PCBയുടെ കേസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, ഏത് സ്റ്റേറ്റാണ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. ആ ഒരു രീതിയിൽ നമുക്കിവിടെ പാർഷ്യലി എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള പ്രോസസ്സസ് എല്ലാം ആ ഒരു സ്വാപ്ഡ് ഔട്ട് പ്രോസസ്സിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇതിലേക്ക് മാറുന്നു, സ്വാപ്പിംഗ് ചെയ്യുന്നു. സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ നേരെ മെയിൻ മെമ്മറിയിലേക്ക് വരുന്നു, നമ്മുടെ റെഡി ക്യൂയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ മെമ്മറി, ഈ CPU. ഇനി ഈ റെഡി ക്യൂയിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യാം, ഡിസ്പാച്ചർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷോർട്ട് ടേം സ്കെഡ്യൂളർ CPUയിലേക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ്സിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, CPU അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് ആവും, ടെർമിനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് എഴുതി കിടക്കുന്നത് നമ്മുടെ മീഡിയം ടേം സ്കെഡ്യൂളർ കിടക്കുന്നത്. അപ്പോൾ മീഡിയം ടേം സ്കെഡ്യൂളറിലാണ് ഏത് വരുന്നത്, സ്വാപ്പ് ഔട്ടും അതുപോലെ സ്വാപ്പ് ഇന്നും. അപ്പം ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതല്ല, നേരെ മറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, CPUയിൽ നിന്നും സ്വാപ്പ് ഔട്ട് ചെയ്യുന്നു, ദെൻ റെഡി ക്യൂയിലേക്ക് സ്വാപ്പ് ഇൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. കാരണം എന്താ, ആ ഒരു സിസ്റ്റം മീഡിയം ടേം സ്കെഡ്യൂളിലേക്ക് വരുന്നതാണോ സ്വാപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. നേരെ മറിച്ച് ഈ ഒരു രീതിയിൽ ചിന്തിക്കാം, അതായത് CPUയിൽ നിന്നും സ്വാപ്പ് ഔട്ട് ആവുന്നു. ഓക്കെ, അതിനുശേഷം ഒരു പാർഷ്യലി എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് വരുന്നു. അതിനുശേഷം അവിടുന്ന് വീണ്ടും സ്വാപ്പിൻ, എങ്ങനെയിട്ടാണ് സ്വാപ്പിൻ ചെയ്യുന്നത്, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ലോങ് ടേം ഷെഡ്യൂളറാണ്, ഇവിടെ ഷോർട്ട് ടേം, ഇവിടെ മീഡിയം ടേം സ്കെഡ്യൂളർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ 3 ക്യൂസ് ഇവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇവിടെ ഒരു ജോബ് ക്യൂ ഉണ്ട്, ഇവിടെ റെഡി ക്യൂ ഉണ്ട്, അതുപോലെ ഇവിടെ IO വെയിറ്റിംഗ് ക്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഡിവൈസ് ക്യൂ ഉണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ, well, that's all about schedulers. Thank you.